നമസ്കാരം. ലോകരാഷ്ട്രീയം ഇന്നൊരു നിർണായക വഴിത്തിരിവിലാണ്. ഒരാൾ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ച് ലോകത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. മറ്റൊരാളാകട്ടെ നിശബ്ദമായി ലോകശക്തികളെ ഒന്നിപ്പിച്ച് ഒരു പുതിയ സാമ്പത്തിക ശക്തിയായി ഉയർന്നു വന്നു. ആഗോള രാഷ്ട്രീയത്തിലെ ആ വിഡ്ഢി ആരാണെന്നറിയാമോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആ ബുദ്ധിമാനാകട്ടെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്രംപ് ലോകമെമ്പാടും ഭീഷണി ഉയർത്തി, താരിഫുകൾ ചുമത്തി, വ്യാപാര ബന്ധങ്ങൾ തകർത്തെറിഞ്ഞു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയതിന് ഇന്ത്യക്ക് മേൽ 50% അധിക തീരുവ, യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങൾക്ക് മേൽ 15% തീരുവ. ട്രംപിന്റെ ഈ സാമ്പത്തിക ഭീഷണികളെ ലോകം ഭയന്ന് വിറച്ചപ്പോ മോദി സർക്കാർ ഒരു വെടി പോലും പൊട്ടിക്കാതെ, ഒരു സൈനിക നീക്കവും നടത്താതെ ട്രംപിന്റെ സാമ്രാജ്യത്തിന്റെ നെഞ്ചിൽ കൊളുത്തിവെച്ച ഒരു ബോംബ് ഇതാ പൊട്ടിയിരിക്കുന്നു. ആ ബോംബിന്റെ പേര് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ. ഇന്ത്യയുമായി ചർച്ച തുടരുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രഖ്യാപിച്ചതോടെ ട്രംപിന്റെ സാമ്പത്തിക ഭീഷണികൾക്ക് ഇന്ത്യ നിശബ്ദമായി നൽകിയ മറുപടി ലോകം കൈയടിക്കുകയാണ്. മാത്രമല്ല, ട്രംപിന്റെ സ്വന്തം രാജ്യത്തെ ടെക് ഭീമനായ ഗൂഗിളിന്റെ മാതൃസ്ഥാപനം ആൽഫബറ്റ് $15 ബില്യൺ ഇന്ത്യയിലേക്ക് വരികയാണ്. അതും ട്രംപിന്റെ സ്വദേശി നിക്ഷേപം എന്ന മുദ്രാവാക്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട്. ട്രംപ് എവിടെയാണ് പരാജയപ്പെട്ടത്? മോദി എങ്ങനെയാണ് വിജയിച്ചത്? അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ ലോകശക്തികൾ മുട്ടുമടക്കിയപ്പോൾ ഇന്ത്യ എങ്ങനെയാണ് യൂറോപ്പിനെ ഒപ്പം നിർത്തിയത്? ലോകം ഇന്ത്യയെ വിശ്വസിക്കാൻ തുടങ്ങിയ ആ നിമിഷങ്ങൾ എന്തൊക്കെയാണ്? ഈ വീഡിയോ ഒരു ലോക രാഷ്ട്രീയ പാഠമാണ്. അവസാനം വരെ കണ്ടിരിക്കണം. കാരണം ട്രംപിന്റെ പരാജയം തന്നെയാണ് ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം കേൾക്കാൻ നല്ലതായിരുന്നു. പക്ഷേ അത് നടപ്പിലാക്കിയ രീതി ലോകത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടു. വ്യാപാര ബന്ധങ്ങൾ എന്നത് പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായിരിക്കണം. എന്നാൽ ട്രംപ് എല്ലാ രാജ്യങ്ങളോടും ഭീഷണിയോടെ മാത്രം സംസാരിച്ചു. തന്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ താരിഫ് എന്ന ആയുധം പ്രയോഗിച്ച് ലോക വ്യാപാരത്തെ അട്ടിമറിക്കാൻ അദ്ദേഹം നല്ലോണം ശ്രമിച്ചു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ പരമാധികാര തീരുമാനത്തിന് മേൽ 50% അധിക താരിഫ് ചുമത്തിയത് ട്രംപിന്റെ സാമ്പത്തിക ഭീകരതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. ഈ നീക്കം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഞെരുക്കി. ഞങ്ങളുടെ ഇഷ്ടത്തിന് വഴങ്ങാൻ നിർബന്ധിക്കണം എന്ന ട്രംപിന്റെ ധാർഷ്ട്യമാണ് അവിടെ കാണിച്ചത്. എന്നാൽ അതേസമയം നരേന്ദ്രമോദി എന്ന ഭരണതന്ത്രജ്ഞൻ ഈ വെല്ലുവിളിയെ ഭയപ്പെട്ടില്ല. പകരം അദ്ദേഹം ട്രംപിന്റെ അതേ നാണയത്തിൽ മറുപടി കൊടുക്കാതെ ട്രംപ് ഉണ്ടാക്കിയ വിള്ളലുകൾ മുതലെടുക്കാൻ തുടങ്ങി. ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ചെയ്തതും സമാനമായ ഒന്നായിരുന്നു. 27 അംഗ യൂണിയന്റെ പല രാജ്യങ്ങൾക്ക് മേലും അമേരിക്ക 15% തീരുവ ചുമത്തിയതോടെ യൂറോപ്പ് അമേരിക്കയിൽ നിന്നും പതിയെ അകലാൻ തുടങ്ങി. ഇവിടെയാണ് മോദിയുടെ ബുദ്ധി വിജയിച്ചത്. ട്രംപിന്റെ തീരുവ യുദ്ധത്തിന് ഒറ്റപ്പെട്ടു പോയ യൂറോപ്പിന് സാമ്പത്തിക സുരക്ഷിതത്വം നൽകാൻ കഴിയുന്ന ഏറ്റവും വിശ്വസ്തമായ പങ്കാളിയായി ഇന്ത്യ ഇവിടെ സ്വയം അവതരിപ്പിച്ചു. ട്രംപിനെ പരസ്യമായി വിമർശിക്കാതെ മോദി യൂറോപ്പിനെ കൂടെ നിർത്തി. ഇത് വെറുമൊരു വ്യാപാര നീക്കമല്ല, ട്രംപിന്റെ ആഗോള മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു. ഈ കഴിഞ്ഞയാഴ്ച ബ്രസൽസിൽ നടന്ന ചർച്ചകളാണ് മോദിയുടെ നിശബ്ദ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ വിജയം. യൂറോപ്യൻ കമ്മീഷൻ വ്യക്തമാക്കിയത് ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾ കാര്യമായ പുരോഗതിയോടെ തുടരുമെന്നാണ്. ഈ വർഷം അവസാനത്തോടെ കരാർ പൂർത്തിയാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ട്രേഡ് കമ്മീഷൻ മാരോസ് സെഫ്കോവിക്കും ഇന്ത്യൻ വാണിജ്യകാര്യ മന്ത്രി പീയൂഷ് ഗോയലും ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ കരാറിലെ പ്രധാനപ്പെട്ട വഴിത്തിരിവ് എന്തായിരുന്നു? സാങ്കേതികവും നിയമപരവുമായ തടസ്സങ്ങൾ. സാധാരണഗതിയിൽ കാർഷിക വ്യാപാര ചർച്ചകളിൽ ഏറ്റവും വലിയ പ്രതിബന്ധം ഉണ്ടാക്കുന്ന ഫൈറ്റോ സാനിറ്ററി നിയമങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ധാരണയിലെത്തി. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യജാലങ്ങൾ എന്നിവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്ന കീടങ്ങൾ, രോഗങ്ങൾ, മാലിന്യങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്ന ഈ നിബന്ധനകളിൽ ധാരണയിലെത്തിയത് ഇന്ത്യയുടെ ചർച്ചാ വൈദഗ്ധ്യത്തിന്റെ തെളിവാണ്. ട്രംപിന്റെ 50% താരിഫ് ഭീഷണിക്ക് പിന്നാലെ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയെ തേടി വരുന്നു എന്നത് ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ഭൂകമ്പത്തിന് തുല്യം തന്നെയാണ്. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇന്ത്യ തയ്യാറല്ലെന്നും ലോകത്തിലെ മറ്റ് വൻ ശക്തികളെ കൂടെ നിർത്താനുള്ള ശേഷി ഇന്ത്യക്കുണ്ടെന്നും ഈ കരാർ ലോകത്തോട് വിളിച്ചു പറയുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാവസായിക, കാർഷിക മേഖലകളിലെ വിപണിയിൽ ചരക്കുകൾ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട അനുകൂലവും പ്രതികൂലവുമായ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇത് വക്താവായ ഒലോഫ് ഗിലിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം. മോദിയുടെ തന്ത്രപരമായ നീക്കം എത്രമാത്രം വിജയകരമായിരുന്നു എന്ന് ഇതിലൂടെ തെളിയിക്കപ്പെടുന്നു. ട്രംപ് ചൈനയെയും യൂറോപ്പിനെയും ശത്രുക്കളാക്കിയപ്പോൾ മോദി യൂറോപ്പിനെ മിത്രമാക്കി. ട്രംപിന്റെ വ്യാപാര നീക്കങ്ങളെ ഒറ്റപ്പെടുത്തി. ട്രംപിന്റെ പരാജയം ഇവിടെ അവസാനിക്കുന്നില്ല. സ്വന്തം രാജ്യത്തെ കമ്പനികളോട് അമേരിക്കയിൽ നിക്ഷേപിക്കൂ എന്ന് ട്രംപ് മുറവിളി കൂട്ടുന്നതിനിടയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഭീമനായ ഗൂഗിളിന്റെ മാതൃസ്ഥാപനം ആൽഫബറ്റ് ഇന്ത്യയിൽ $15 ബില്യൺ നിക്ഷേപം നടത്താൻ പ്രഖ്യാപിച്ചത്. ഇത് ട്രംപിന് സ്വന്തം രാജ്യത്ത് നിന്നുമുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഒരു പ്രസിഡന്റിന്റെ ആഹ്വാനങ്ങൾ പോലും അനുസരിക്കാതെ ഒരു ബഹുരാഷ്ട്ര കമ്പനി മറ്റൊരു രാജ്യത്ത് ഇത്രയും വലിയ നിക്ഷേപം നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വ്യക്തമാണ്. അമേരിക്കൻ ഭരണകൂടത്തെക്കാൾ വിശ്വാസ്യതയും വളർച്ചാ സാധ്യതയും ആൽഫബറ്റ്
കാണുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലായിരിക്കും ഈ നിക്ഷേപം. ഇത് അമേരിക്കയ്ക്ക് പുറത്ത് ലോകത്തിൽ തന്നെ തങ്ങൾ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തുന്ന ഏറ്റവും വലിയ AI ഹബ് ആയിരിക്കുമെന്ന് ഗൂഗിൾ ക്ലൗഡ് CEO ആയ തോമസ് കുര്യൻ പറയുന്നു. അടുത്ത 5 വർഷങ്ങൾക്കുള്ളിലാണ് ഈ ഭീമൻ നിക്ഷേപം. എന്തുകൊണ്ടാണ് ഗൂഗിൾ ഇന്ത്യയെ തിരഞ്ഞെടുത്തത് എന്ന് നോക്കാം. കുറഞ്ഞ ചെലവ്, അതിവേഗം വർദ്ധിച്ചു വരുന്ന ഇന്റർനെറ്റ് ഉപഭോക്താക്കളുടെ എണ്ണം, ഈ ഘടകങ്ങൾ ഇന്ത്യയെ ഒരു മികച്ച AI ഡാറ്റാ സെന്ററിന് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാക്കി മാറ്റി. മോദി ഭരണകൂടം സാങ്കേതിക രംഗത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ അനുകൂലമായ അന്തരീക്ഷം ലോകത്തിലെ ടെക് ഭീമന്മാർക്ക് ഇന്ത്യയെ മികച്ച പങ്കാളിയാക്കി മാറ്റി. ആൽഫബറ്റ് CEO സുന്ദർ പിച്ചെ പറഞ്ഞത് ഇത് ഇന്ത്യയിലെ വ്യവസായങ്ങൾക്കും ഉപഭോക്താക്കൾക്കും മികച്ച സാങ്കേതിക വിദ്യ ലഭ്യമാക്കുമെന്നും AI രംഗത്തെ ഇന്നൊവേഷനുകളെ പ്രോത്സാഹിപ്പിക്കുമെന്നുമാണ്. ഈ നിക്ഷേപം രാജ്യത്തിന്റെ പുരോഗതിയെ കാര്യമായി സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപ് ലോകത്തെ ഭീഷണിപ്പെടുത്തി അകറ്റിയപ്പോൾ മോദി ലോകത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപങ്ങളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നു. ഇത് കേവലം നിക്ഷേപം മാത്രമല്ല, അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വം ലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചന കൂടിയാണ്. ലോക രാഷ്ട്രീയം വീക്ഷിക്കുന്നവർക്ക് ഈ സംഭവങ്ങളെല്ലാം നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം ലോകത്ത് അമേരിക്കയെ ഒറ്റപ്പെടുത്തി. എന്നാൽ നരേന്ദ്രമോദി ഭരണകൂടത്തിന്റെ ശാന്തവും തന്ത്രപരവുമായ ഇന്ത്യ ഫസ്റ്റ് സമീപനം ലോകശക്തികളെ ഇന്ത്യയുടെ പക്ഷത്ത് എത്തിക്കുന്നു. മോദി ഒരു പരസ്യ യുദ്ധത്തിന് പോയിട്ടില്ല, പകരം നിശബ്ദമായ സാമ്പത്തിക നീക്കങ്ങളിലൂടെ ട്രംപിന്റെ നയങ്ങളെ ദുർബലപ്പെടുത്തി. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാര കരാറിലെ പുരോഗതിയും സ്വന്തം രാജ്യത്തെ കമ്പനിയായ ഗൂഗിളിന്റെ ഇന്ത്യയിലെ വൻ നിക്ഷേപവും ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾക്കുള്ള ലോകത്തിന്റെ മറുപടിയാണ്. ഇന്ത്യ ഇന്ന് വെറുമൊരു വിപണിയല്ല, അത് ലോകത്തെ സാമ്പത്തിക, സാങ്കേതിക, നയതന്ത്ര ശക്തികളുടെ കേന്ദ്രമാക്കി മാറ്റുകയാണ്. ഈ മാറ്റത്തിന് ചുക്കാൻ പിടിക്കുന്നത് മോദിയുടെ തന്ത്രപരമായ ബുദ്ധിയാണ്. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാത്ത, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, ലോകത്തിലെ മറ്റ് ശക്തികളെ കൂടെ നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു പുതിയ ഇന്ത്യയാണ് നമ്മൾ കാണുന്നത്. ട്രംപിന്റെ താരിഫ് പരാജയം ഒരു പാഠമാണ്. ആഗോള രാഷ്ട്രീയത്തിൽ ഭീഷണിക്ക് സ്ഥാനമില്ല, വിവേകത്തിനും തന്ത്രപരമായ പങ്കാളിത്തത്തിനുമാണ് സ്ഥാനം. ആ വിവേകമാണ് ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഈ നിർണായക സംഭവങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.